നമഃശിവായ. അമ്മയുടെ സന്ദേശം. മക്കളെ, ലോകാത്ഭുതങ്ങൾ നിരവധി ഉണ്ടെങ്കിലും മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വേർതിരിക്കുന്ന അത്ഭുതങ്ങളിൽ ഒന്നാണ് അവന്റെ സംസാരശേഷി. നമുക്ക് മാത്രം ഈശ്വരൻ അനുവദിച്ചരുളിയ ഒരു വരദാനമാണിത്. വാക്കുകൾ കൊണ്ട് ആശയവിനിമയം നടത്താനുള്ള കഴിവ്. ഈ പ്രത്യേക ഗുണം പ്രയോജനപ്പെടുത്തുന്നതിലാണ് മനുഷ്യന്റെ ശാന്തിയും ശ്രേയസ്സും. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യാസനം ചൈവ വാഗ്മയം തപ ഉച്യതേ. ആരെയും ക്ഷോഭിപ്പിക്കാത്തതും സത്യവും പ്രിയവും ഹിതവുമായ വാക്കും അധ്യാത്മശാസ്ത്രഗ്രന്ഥ പഠനവും വാഗ്മയമായ തപസ്സാകുന്നു. വായുവിൽ വിലയിച്ചു പോകുന്ന കേവലം ശബ്ദബീജികൾ മാത്രമല്ല നമ്മുടെ വാക്കുകൾ. മനുഷ്യ മനസ്സിനെ അനുകൂലവും പ്രതികൂലവുമായി സ്വാധീനിച്ച് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള ശക്തി അവയ്ക്കുണ്ട്. അധർമ്മിയെ ധർമ്മിഷ്ഠനാക്കാനും ധർമ്മിഷ്ഠനെ അധർമ്മിയാക്കാനും ശത്രുക്കളെ സ്നേഹിതരാക്കാനും സ്നേഹിതരെ ശത്രുക്കളാക്കാനും വാക്കുകൾക്ക് കഴിയും. ഇതുകൊണ്ട് തന്നെ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. രത്നാകരൻ എന്ന കാട്ടാളൻ ഋഷീശ്വരന്മാരുടെ ഉപദേശത്താൽ വാൽമീകി എന്ന മഹർഷിയായി എന്ന ചരിത്രം നാം സ്മരിക്കുന്നു. ശ്രീരാമനെ സ്വന്തം പുത്രനേക്കാൾ സ്നേഹിച്ച കൈകേയി മന്ത്രാജൽപ്പനങ്ങളുടെ മായാജാലത്തിൽപ്പെട്ട് ക്രൂരമായ മനം മാറ്റത്തിന് വിധേയായതും നമ്മൾ ഒരിക്കലും മറക്കില്ല. വാക്കുകൾ രണ്ടു രീതിയിൽ ഉപയോഗപ്പെടുത്താമെന്ന് ചുരുക്കം: വ്യക്തിയെ നന്നാക്കാനും നശിപ്പിക്കാനും. ഒരിക്കൽ മധ്യവയസ്കയായ ഒരു സ്ത്രീ മനഃശാസ്ത്രജ്ഞനെ കാണാൻ പോയി. ഡോക്ടർ, എന്നെ രക്ഷിക്കണം, വീട്ടിൽ ഒരു സ്വൈര്യവുമില്ല. ഭർത്താവ് കുടിച്ചിട്ട് വന്ന് ദിവസവും തല്ലും വഴക്കുമാണ്. അവരുടെ പ്രശ്നത്തിന് എല്ലാ വിശദാംശങ്ങളും ഡോക്ടർ ഏകദേശം 1 മണിക്കൂർ ചർച്ച ചെയ്തു. ഒടുവിൽ ഒരു മരുന്ന് നിർദ്ദേശിച്ചു. എല്ലാ ദിവസവും ഭർത്താവ് ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ നിങ്ങൾ തൊണ്ടയിൽ ഉപ്പുവെള്ളം കൊള്ളണം. അവർക്ക് ആശ്ചര്യമായിപ്പോയി. ഭർത്താവിന്റെ ദുശ്ശീലം മാറാൻ ഉപ്പുവെള്ളം കൊള്ളുകയോ? അതും ഞാൻ? ഡോക്ടർ പറഞ്ഞു, അതെ, ഈ മരുന്ന് പലർക്കും നല്ല ഫലം നൽകിയിട്ടുണ്ട്. ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. 3 ആഴ്ച കഴിഞ്ഞു വരും. ഡോക്ടറുടെ നിർദ്ദേശത്തിൽ അവർക്ക് വലിയ വിശ്വാസം വന്നില്ലെങ്കിലും പേരെടുത്ത ഡോക്ടറായതുകൊണ്ട് ഏതായാലും ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം ഭർത്താവ് ഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ അവർ ശ്രദ്ധിച്ചു, ഇന്ന് മദ്യപിച്ചിട്ടുണ്ട്. വിഷമിച്ചെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശം അവർ ഓർത്തു. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഉപ്പുവെള്ളം വായിൽ കൊണ്ടു. ഭാഗ്യത്തിന് അന്ന് വഴക്കും മറ്റും ഉണ്ടായില്ല. ഇങ്ങനെ 1 ആഴ്ച കഴിഞ്ഞു. ആശ്ചര്യമെന്ന് പറയട്ടെ, ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. മദ്യപിക്കുന്നുണ്ടെങ്കിലും പഴയതുപോലെ ഇല്ല. മരുന്ന് ഫലിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അവർ ഡോക്ടറുടെ നിർദ്ദേശം അക്ഷരം പ്രതി അനുസരിച്ചു പോന്നു. ഏതാണ്ട് 3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് ആകെ മാറിക്കഴിഞ്ഞിരുന്നു. മദ്യപാനം നിർത്തി അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായി മാറിയിരിക്കുന്നു. ഒരു ദിവസം വൈകിട്ട് ഭർത്താവ് ഗേറ്റിനടുത്തെത്തിയപ്പോൾ അവർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അന്ന് അദ്ദേഹം ഭാര്യയ്ക്കൊരു സമ്മാനവുമായാണ് വന്നിരിക്കുന്നത്. പിറ്റേ ദിവസം അവർ ഡോക്ടറെ കാണാനായി ഓടിയെത്തി. ഡോക്ടർ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, എൻ്റെ ഭർത്താവ് ആകെ മാറിയിരിക്കുന്നു. ഉപ്പുവെള്ളത്തിന് ഇങ്ങനെയൊരു ശക്തി ഉണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഡോക്ടർ പറഞ്ഞു, ഇത് ഉപ്പുവെള്ളത്തിൻ്റെ ശക്തിയല്ല. ഭർത്താവ് മടങ്ങിയെത്തുമ്പോൾ നിങ്ങൾ സംസാരിക്കാതിരുന്നതിൻ്റെ ഗുണമാണത്. നിങ്ങളുടെ വായടക്കാൻ മാത്രമാണ് ഉപ്പുവെള്ളം കൊള്ളാൻ പറഞ്ഞത്. സാധാരണ ഒരു കുട്ടി പഠിക്കാൻ 2 വർഷമെടുക്കും. എന്നാൽ എന്താണ് സംസാരിക്കാൻ പാടില്ലാത്തതെന്ന് പഠിക്കാൻ നമുക്ക് ഒരു ജന്മം തന്നെ വേണ്ടി വന്നേക്കും. വീട്ടിലെ കലഹങ്ങൾ മുതൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ വരെ ഒരുപക്ഷെ നമ്മൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാത്തതിൻ്റെ പരിണത ഫലങ്ങളായിരിക്കാം. അമ്മ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന്. നല്ല ഒരു വാക്ക്, പുഞ്ചിരിച്ച മുഖം, ഇവയെല്ലാം ആധ്യാത്മിക സാധനയാണ്. തകർന്ന ഹൃദയങ്ങൾക്ക് നമ്മുടെ നല്ല ഒരു വാക്ക് മൃതസഞ്ജീവിനിയാണ്. ഈ സിദ്ധൌഷധത്തിനു വേണ്ടി ദാഹിക്കുന്ന സമൂഹമാണ് നമ്മുടേത്.
ഒരു ദിവസം ആശ്രമത്തിൻ്റെ ബുക്ക് സ്റ്റാളിൽ ഇരിക്കുമ്പോൾ പ്രായമുള്ള ഒരമ്മ വന്നു കുറേ സാധനങ്ങൾ വാങ്ങി. പണം വാങ്ങി റസീത് എഴുതാനായി ആ അമ്മയോട് ചോദിച്ചു. അമ്മയുടെ പേരെന്താണ്? കുറച്ചു സമയത്തേക്ക് ഒരു അനക്കവും ഉണ്ടായില്ല. ഞാൻ തലയുയർത്തി നോക്കിയപ്പോൾ അമ്മ കരയുകയാണ്. അമ്പരന്ന് പോയി. പേരെന്താണെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. കരയാൻ വേണ്ടി ഒന്നും ഉണ്ടായില്ല. തിരക്കിയപ്പോൾ ആ അമ്മ പറയുകയാണ്, എനിക്ക് 3 ആൺമക്കളാണ്. എല്ലാവരെയും നന്നായി പഠിപ്പിച്ചു. നല്ല നിലയിലായിപ്പോൾ. മൂത്ത മകൻ അമേരിക്കയിൽ ഡോക്ടറാണ്. രണ്ടാമത്തെയാൾ ഗൾഫിൽ നല്ല ബിസിനസ്സാണ്. ഇളയാൾ എഞ്ചിനീയറാണ്, ബോംബെയിൽ വലിയ കോളേജിൽ. പക്ഷേ കഴിഞ്ഞ 20 വർഷമായിട്ട് എൻ്റെ മക്കളാരും അമ്മയെന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. അമ്മേ എന്ന വിളി കേൾക്കാൻ ആ അമ്മ കൊതിച്ചിരുന്നു. അറിഞ്ഞോ അറിയാതെയോ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരാണ് നമ്മൾ. വേദനിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ഒരു ശോകതരംഗം നമ്മളിലേക്ക് വന്ന് അത് കൃപയ്ക്ക് തടസ്സം സൃഷ്ടിക്കുമെന്ന് അമ്മ പറയുന്നു. ശ്രദ്ധാപൂർവമുള്ള വാക്കുകൾ ഒരു സാധനയാണ്, ധ്യാനമാണ്, തപസ്സുമാണ്. സ്വന്തം ശ്രേയസ്സിനും സാമൂഹ്യ ഹിതത്തിനും ഈ ശ്രദ്ധ അത്യന്താപേക്ഷിതമാണ്. ഹരി ഓം നമഃ ശിവായ.